ലോകമെമ്പാടും യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഇന്ത്യക്ക് സന്തോഷകരമായ ഒരു വാർത്ത എത്തുന്നു. ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് യൂറോപ്യൻ യൂണിയൻ ഒരു തീരുമാനത്തിലേക്ക് പോവുകയായിരുന്നു. അത് മറ്റൊന്നുമല്ല, 2027 ആകുമ്പോഴേക്കും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് പൂർണ്ണമായി നിർത്തും. ഈ ഏപ്രിൽ മുതൽ ഉപരോധം പ്രഖ്യാപിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് അടുത്ത മാസമാണ് ഏപ്രിൽ മുതൽ ഉപരോധം പ്രഖ്യാപിക്കും, റഷ്യൻ എണ്ണയ്ക്ക് ഉപരോധം പ്രഖ്യാപിക്കുമെന്നാണ്. ഇത് ഏറ്റവും വലിയ കനത്ത തിരിച്ചടിയായത് റഷ്യക്കായിരുന്നില്ല, ഇന്ത്യക്കായിരുന്നു. കാരണം കുറഞ്ഞ പൈസയ്ക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി അത് ശുദ്ധീകരിച്ച് പെട്രോ കെമിക്കൽ പ്രൊഡക്ട്സുകൾ യൂറോപ്പിലേക്ക് വിറ്റായിരുന്നു ഇന്ത്യ നേട്ടം കൊയ്തുകൊണ്ടിരുന്നത്. ഇന്ത്യയിലെ ഈ പെട്രോളിയം കമ്പനികളെല്ലാം തന്നെ വലിയ ലാഭത്തിൽ പോയതും അങ്ങനെയായിരുന്നു. ട്രംപ് ഒരു സമയത്ത് പറയുകയും ചെയ്തു, ഈ യുദ്ധം കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടം ഈ ലോകത്തുണ്ടാക്കിയത് ഇന്ത്യയാണ്, അവരെല്ലാം സമ്പന്നരായി എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ യൂറോപ്യൻ യൂണിയനിലേക്ക് പതുക്കെ എണ്ണ എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം, കാരണം അവർ ഉപരോധത്തിലേക്ക് പോകുന്നു. ഈ സാഹചര്യത്തിൽ നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എണ്ണയുടെ അളവും കുറച്ചു. പക്ഷേ ഇപ്പോൾ ഈ യുദ്ധം എല്ലാം തകിടം മറിച്ചിരിക്കുന്നു. ഇപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ പുതിയ തീരുമാനം റഷ്യക്കെതിരെ ഇപ്പോൾ ഉടനടി ഉപരോധമൊന്നും പ്രഖ്യാപിക്കില്ല എന്നും റഷ്യയുടെ എണ്ണ വാങ്ങൽ തുടരാമെന്നുമാണ്. റഷ്യയുടെ എണ്ണ വാങ്ങൽ തുടരാമെന്ന് പറയുമ്പോൾ അത് ലോട്ടറി ആകുന്നത് ഇന്ത്യക്കാണ്. ഇന്ത്യയാണ് റഷ്യയുടെ എണ്ണ വാങ്ങി ഇന്ത്യൻ റിഫൈനറികളിൽ അത് ശുദ്ധീകരിച്ചുകൊണ്ട് പെട്രോ കെമിക്കൽസ് ഉൽപ്പന്നങ്ങൾ യൂറോപ്പിലാകെ വിറ്റഴിക്കുകയാണ്. വലിയ ലാഭത്തിന് തന്നെയാണ് വിൽക്കുന്നത്. ഇതുമൂലം ഇന്ത്യയിലെ എണ്ണ കമ്പനികൾ മാത്രമല്ല ലാഭത്തിലാകുന്നത്, ഇന്ത്യയിലെ സാധാരണക്കാരൻ ലാഭത്തിലാണ്. കാരണം ലോകത്തെമ്പാടും ഈ പെട്രോളിനും ഡീസലിനും ഒക്കെ വില ആഴ്ചയിൽ 2-3 തവണ, ചൈനയിലൊക്കെ 2 തവണ വർദ്ധിപ്പിച്ചു. അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും വില കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യക്കാർക്ക് ഇപ്പോൾ വാങ്ങുന്ന വിലയിൽ അത് തുടർന്നും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപകാരപ്പെടും. കാരണം വലിയ ലാഭം എണ്ണ കമ്പനികൾ ഉണ്ടാക്കുമ്പോൾ ആ ലാഭത്തിന്റെ ഒരു വിഹിതം ജനങ്ങൾക്കായി വീതിച്ച് നൽകാൻ അവർക്ക് കഴിയും. അപ്പോൾ തന്നെ വില കൂടേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ ഈ സമീപകാലത്ത് നടക്കുന്ന പല യുദ്ധങ്ങളിലും നേട്ടമുണ്ടാക്കുന്ന, സാമ്പത്തികമായ നേട്ടമുണ്ടാക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുമ്പോഴാണ്, അത് തുടങ്ങിയപ്പോഴാണ് ഇന്ത്യ പുതിയൊരു ബിസിനസ് റഷ്യയിൽ തുടങ്ങുന്നത്, എണ്ണ വാങ്ങിക്കുക എന്നുള്ളത്. അതിനു മുമ്പ് കേവലം 0.4% മാത്രമായിരുന്നു എണ്ണ വാങ്ങിയത്. പിന്നീട് അത് 40-44% ഒക്കെയായി മാറി. ഇപ്പോഴത്തെ പശ്ചിമേഷ്യയിൽ യുദ്ധം കടുക്കുമ്പോൾ, എണ്ണയ്ക്ക് വലിയ പ്രതിസന്ധി വരുമ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എണ്ണ ശുദ്ധീകരിച്ച് കയറ്റിവിടുകയാണ് ഇന്ത്യ. ഇതുകൊണ്ട് എണ്ണ കമ്പനികൾക്ക് മാത്രമല്ല, ഇന്ത്യന്റെ സാധാരണപ്പെട്ട ജനത്തിനും പെട്രോളും ഡീസലും ഒക്കെ അടിക്കുന്ന ജനത്തിനും വില കൂടാതെ തന്നെ തങ്ങളുടെ വാഹനത്തിൽ അത് നിറയ്ക്കാൻ കഴിയും. ന്യൂസ് ഇന്ത്യ മലയാളം.